കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് വരെയാണ്. ഇന്ന് നമുക്ക് ആദ്യം പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്കറിയാം, there are two types of charges. They are positive and negative. Now the second point, like charges repels and unlike charges attracts. അതായത് ലൈക്ക് ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതേ സമയത്ത് അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ദേ അട്രാക്ട് ഈച്ച് അതർ. അതായത് പോസിറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യും. പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിലോ ദേ അട്രാക്ട് ഈച്ച് അതർ. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ബോഡിയിൽ നിന്നും ഒരു ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെടുന്നതെങ്കിൽ ആ ബോഡിക്ക് കിട്ടുന്ന ചാർജ് എത്രയായിരുന്നു? 1e. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. 2 ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അതിന് എത്ര പോസിറ്റീവ് ചാർജ് കിട്ടും? 2e. 3 ഇലക്ട്രോൺ ആണെങ്കിൽ 3 ആൻഡ് സോ ഓൺ. അങ്ങനെയാണെങ്കിൽ n ഇലക്ട്രോൺ ആണ് ആ ബോഡിക്ക് നഷ്ടപ്പെടുന്നതെങ്കിൽ എത്ര പോസിറ്റീവ് ചാർജ് കിട്ടും? ne പോസിറ്റീവ് ചാർജ് ആണല്ലോ. അതേപോലെ തന്നെ ഒരു ബോഡി n ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് കിട്ടുന്ന ചാർജ് എത്രയാണ്? ne നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയുടെ ടോട്ടൽ ചാർജ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം? പ്ലസ് അല്ലെങ്കിൽ മൈനസ് അല്ലെ. എത്ര? ne, where n ഈക്വൽ ടു 1 2 3 എക്സെട്ര. അതായത് electric charge is quantized means that all charges occurring in nature are positive or negative integral multiples of E. That is Q equal to plus or minus ne, where n equal to 1 2 3 etc. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയുടെ ഒരു ചാർജ്ഡ് ബോഡിയുടെ മിനിമം ചാർജ് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഒരു ഇലക്ട്രോൺ ആണ് ആ ബോഡിയിൽ നിന്നും നഷ്ടപ്പെടുന്നതെങ്കിൽ ആ ബോഡിക്ക് കിട്ടുന്ന ചാർജ് എത്രയാണ്? 1e. ദാറ്റ് ഈസ് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 into 10⁻⁻⁹ കൂളം അല്ലേ. ഒരു ബോഡിയുടെ മിനിമം പോസിബിൾ ചാർജ് എന്ന് പറയുന്നത് 1.6 into 10⁻⁻⁹ കൂളമാണ് അല്ലെ. അപ്പോൾ എപ്പോഴും ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് ഇയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് 1e ചാർജ് പോസിബിൾ ആണ്, 2e ചാർജ് പോസിബിൾ ആണ്, 3e ചാർജ് പോസിബിൾ ആണ്. പക്ഷെ ഒരിക്കലും 2.5e ചാർജ് പോസിബിൾ ആണോ? അല്ല. 2e കഴിഞ്ഞ പിന്നെ എത്രയേ ഉള്ളൂ? 3. 2 ഇലക്ട്രോൺ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ ബോഡിക്ക് കിട്ടുന്ന ചാർജ് 2e ആയിരിക്കും. 3 ഇലക്ട്രോൺ ആണെങ്കിൽ 3. ഒരിക്കലും ആ ബോഡിയുടെ ചാർജ് ഒരിക്കലും എന്താവില്ല? 2.5e ആവില്ല. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. സോ വാട്ട് ഡു യു മീൻ ബൈ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ബോർഡ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? all charges occurring in nature are positive or negative integral multiples of E. That is Q equal to plus or minus ne, where n equal to 1 2 3 etc. Okay. Now അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ചാർജ് ഈസ് additive. Electric charge is additive. എന്താണ് ഇതിന്റെ മീനിങ് എന്ന് നോക്കാം. Now, the total charge of a system is the algebraic sum of all the charges present in that system. അതായത് ഇതൊരു സിസ്റ്റം ആണെന്നിരിക്കട്ടെ. ഈ സിസ്റ്റത്തിനകത്ത് 3 ചാർജുകളുണ്ട്. ഒന്ന് Q1 പ്ലസ് Q1, മറ്റൊരെണ്ണം പ്ലസ് Q2, മറ്റൊരെണ്ണം മൈനസ് Q3 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ ചാർജസിന്റെയും എന്തെടുത്താൽ മതി? ആൾജിബ്രിക് സം എടുത്താൽ മതി. സോ ദി ടോട്ടൽ ചാർജ് ഓഫ് എ സിസ്റ്റം ഈസ് ദി ആൾജിബ്രിക് സം ഓഫ് ഓൾ ദി ചാർജസ് പ്രസന്റ് ഇൻ ദി സിസ്റ്റം. കാരണം ഇലക്ട്രിക് ചാർജ് ഒരു സ്കാലർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ടോട്ടൽ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആൾജിബ്രിക്കലി ആഡ് ചെയ്താൽ മതി. അടുത്ത പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജ് ഈസ് കൺസേർവ്ഡ്. Electric charge is conserved. What is its meaning? The total charge of an isolated system remain constant.
ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. So for example, before rubbing, what is the charge of glass rod and silk? 0 അല്ലേ? അപ്പൊ ഗ്ലാസ് റോഡിനെയും സിൽക്കിനെയും ഒരു സിസ്റ്റം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. സോ വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ് ഓഫ് ദി സിസ്റ്റം ബിഫോർ റബ്ബിംഗ്? 0. ആഫ്റ്റർ റബ്ബിംഗ്, സപ്പോസ് ഗ്ലാസ് റോഡിന് 10 പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുന്നതെങ്കിൽ അത്ര തന്നെ നെഗറ്റീവ് ചാർജ് അല്ലേ സിൽക്കിന് കിട്ടുന്നത്? അപ്പൊ ഗ്ലാസ് റോഡിന് 10 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സിൽക്കിന് 10 നെഗറ്റീവ് ചാർജ് കിട്ടും. സോ വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ് ഓഫ് ദി system after rubbing? 10 plus 10 minus 10, that is equal to 0. അതായത് ബിഫോർ റബ്ബിങ്ങും ആഫ്റ്റർ റബ്ബിങ്ങും ആ സിസ്റ്റത്തിന്റെ ചാർജ് 0 ആയിരുന്നല്ലോ. സോ ദി ഇലക്ട്രിക് ചാർജ് ഈസ് കൺസേർവ്ഡ്. ഓക്കെ, നൗ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് 0 ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം. ഒരു ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ എടുത്ത് നോക്കാം. അവിടെ ബിഫോർ ഫിഷനും ആഫ്റ്റർ ഫിഷനും ആ സിസ്റ്റത്തിന്റെ ചാർജ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലേ? ആദ്യം എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് നോക്കാം. ദി പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് ഇൻടു 2 ലൈറ്റർ ന്യൂക്ലിയർ with the release of large amount of energy is called nuclear fission. ഇതൊരു യുറാനിയം 235 ന്യൂക്ലിയസിന്റെ ഫിഷൻ റിയാക്ഷൻ ആണ്. ഒരു യുറാനിയം ന്യൂക്ലിയസിനെ ഒരു ന്യൂട്രോൺ ഉപയോഗിച്ച് ബോംബാർഡ് ചെയ്യുകയാണെങ്കിൽ ആ യുറാനിയം ന്യൂക്ലിയസ് ബേരിയവും ക്രിപ്റ്റോണുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ 3 ന്യൂട്രോണും റിലീസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ലാർജ് എമൗണ്ട് ഓഫ് എനർജിയും ഈ പ്രോസസ്സിൽ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ന്യൂക്ലിയർ ഫിഷനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ ഇലക്ട്രിക് ചാർജ് കൺസേർവ്ഡ് ആണെങ്കിൽ ബിഫോർ ഫിഷനും ആഫ്റ്റർ ഫിഷനും ആ സിസ്റ്റത്തിന്റെ ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കണ്ടേ? അതിവിടെ ശരിയാവുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇപ്പൊ എങ്ങനെ നമുക്ക് ബിഫോർ ഫിഷൻ ഈ റിയാക്ഷന്റെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാം? ഇവിടെ ബിഫോർ ഫിഷൻ ഇവിടെ എന്തൊക്കെയാണുള്ളത്? ന്യൂട്രോൺ ഉണ്ട്, യുറാനിയം ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? ന്യൂട്രോണിന്റെ ചാർജ് നമുക്കറിയാം 0 പ്ലസ് യുറാനിയം ന്യൂക്ലിയസിന്റെ ചാർജ് എത്രയാണ്? അതിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 92 പ്രോട്ടോൺസ് ഉണ്ട് അല്ലെ? അപ്പോൾ എന്ത് വരും? ഒരു പ്രോട്ടോണിന്റെ ചാർജ് E ആണ്. അപ്പൊ 92 പ്രോട്ടോണിന്റെ ചാർജ് 92E. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ് ഓഫ് ദി സിസ്റ്റം ബിഫോർ ഫിഷൻ? 92E പ്ലസ് 0 92E എന്ന് കിട്ടി. ഇതേപോലെ തന്നെ ആഫ്റ്റർ ഫിഷൻ ഈ സിസ്റ്റത്തിന്റെ ചാർജ് എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ ബേരിയത്തിനകത്ത് 56 പ്രോട്ടോൺ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബേരിയത്തിന്റെ ചാർജ് എത്രയായിരിക്കും? ന്യൂക്ലിയസിന്റെ ചാർജ് എത്രയായിരിക്കും? 56E പ്ലസ് ക്രിപ്റ്റോണിനകത്ത് 36 പ്രോട്ടോൺസ് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ചാർജ് എത്രയായിരിക്കും? 36E. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇത് പിന്നെ റേഡിയേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ് ഓഫ് ദി സിസ്റ്റം ആഫ്റ്റർ ഫിഷൻ? 56E പ്ലസ് 36E ഈക്വൽ ടു അഗൈൻ 92E എന്ന് കിട്ടും അല്ലേ? ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ബിഫോർ ഫിഷനും ആഫ്റ്റർ ഫിഷനും ആ സിസ്റ്റത്തിന്റെ ചാർജ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദി ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻ കോൺസ്റ്റന്റ്. ഓക്കെ, നൗ അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ. അതായത് ഇലക്ട്രിക് ചാർജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Now the next point, a stationary charge produces only electric field. A charge is in motion produce both electric and magnetic field. An accelerated charged particle not only produce electric and magnetic field, also it radiates energy. അതായത് ഒരു സ്റ്റേഷനറി ചാർജ് എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ഒരു മൂവിങ് ചാർജ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. അതേ സമയത്ത് ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിളോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. First one, there are 2 kinds of electric charges. They are positive and negative. Second, like charges repels and unlike charges attracts. മൂന്നാമത്തെ point, electric charge is quantized. What is its meaning? All charges occurring in nature are
positive or negative integral of E. That is total charge of a body Q equal എന്തായിരുന്നു plus or minus Ne, where N equal to 1, 2, 3, etc. എന്തായിരുന്നു അടുത്ത പ്രോപ്പർട്ടി? Electric charge is additive. That means the total charge of a system is the algebraic sum of all the charges present in that system. Now the next property, electric charge is conserved. That is the total charge of an isolated system remain constant. Next property, electric charge is independent of the velocity of the charged particle. And the last point, a stationary charge produces only electric field. A charge is in motion produces both electric and magnetic field. An accelerated charged particle not only produce electric and magnetic field but also radiate energy. Now the next topic, Coulomb's law. Now we know that there is a force of attraction between two unlike charges and there is a force of repulsion between two like charges. And that force can be calculated by using Coulomb's law. ആദ്യം Coulomb's law എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത് നോക്കാം. Coulomb's law states that the force of attraction or repulsion between 2 point charges is directly proportional to product of their charges and inversely proportional to square of the distance between them. അതായത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ആ രണ്ട് ചാർജുകളുടെയും പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണെന്നാണ് കൂളംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൺസിഡർ 2 point charges Q1 and Q2. They are separated by a distance r. Then according to Coulomb's law, the force between these 2 point charges is directly proportional to what? The product of their charges. So we can write F directly proportional to Q1 into Q2. And also that force is inversely proportional to r square. How we can write in directly proportional sign? F directly proportional to r square में inversely proportional ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? F directly proportional to 1 by r square. Now combining these two equations we can write F directly proportional to Q1 Q2 divided by r square, or F equal to K into Q1 Q2 divided by r square. Now by using this formula we can calculate the electrostatic force between 2 point charges. Here K is a constant of proportionality whose value depends upon the properties of the medium in which the charges are placed. Now suppose these two charges are placed in free space or vacuum. The value of K is given by K equal to 1 by 4 pi epsilon naught, where epsilon naught is the permittivity of vacuum. Now the value of permittivity of vacuum is given by epsilon naught equal to 8.85 into 10 raised to minus 12 coulomb square per Newton meter square. ഇനി ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ we get 1 by 4 pi epsilon naught approximately equal to 9 into 10 raised to 9 Newton meter square per coulomb square. അതായത് ഈ രണ്ട് ചാർജുകളും സ്ഥിതി ചെയ്യുന്നത് എയർ ഓർ വാക്വം ആണെങ്കിൽ അവിടെ ഈ കെയുടെ വാല്യൂ എത്ര എടുക്കാം? നമുക്ക് 1 by 4 pi epsilon naught. അവിടെ epsilon naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എയർ ഓർ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 8.85 into 10 raised to minus 12 ആണ്. അപ്പൊ ഈ എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ ഇവിടെ പുട്ട് ചെയ്ത് ഈ ഭാഗം സോൾവ് ചെയ്യുകയാണെങ്കിൽ 1 by 4 pi എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ എത്രയും കിട്ടും? 9 into 10 raised to 9 Newton meter square per coulomb square എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ചാർജുകൾ സ്ഥിതി ചെയ്യുന്നത് വാക്വത്തിൽ അല്ലെങ്കിൽ എയറിലാണെങ്കിൽ ഈ കെയുടെ വാല്യൂ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എത്ര എടുക്കണം? 9 into 10 raised to 9 എടുക്കണം.
ഇനി ഈ രണ്ട് ചാർജുകളും സ്ഥിതി ചെയ്യുന്നത് മറ്റേതെങ്കിലും മീഡിയത്തിലാണെങ്കിൽ അവിടെ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 1/4πε, where epsilon is the permittivity of that medium. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ഈ കെയുടെ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഏത് മീഡിയം ആണെന്ന് അറിയണം, ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എത്രയാണെന്ന് അറിയണം. അപ്പൊ വെയർ ഓർ വാക്വം ആണെങ്കിൽ നമുക്കറിയാം പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് 8.85 × 10⁻⁻12 ആണ്. അപ്പൊ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് 9 × 10⁻9. Now the next topic, relative permittivity. It is denoted by epsilon r. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഡിനോട്ടഡ് ബൈ കെ. അപ്പൊ എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് നോക്കാം. വാക്വത്തിന്റെ പെർമിറ്റിവിറ്റിയെ അപേക്ഷിച്ച് ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ടേം ഉപയോഗിക്കുന്നത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന ടേം ഉപയോഗിക്കുന്നത്. Now it is defined as the ratio of absolute permittivity of a medium to the permittivity of vacuum. അതായത് ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത് വിളിക്കുന്നത്? ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. It is defined as the ratio of absolute permittivity of a medium to the permittivity of vacuum. From this equation we can write epsilon equal to epsilon r into epsilon naught. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് റേഷ്യോ അല്ലേ? എന്താ കാരണം? രണ്ടിന്റെയും യൂണിറ്റുകൾ തമ്മിൽ ക്യാൻസൽ ആയിപ്പോൾ അപ്പൊ അതിന് യൂണിറ്റോ ഡയമെൻഷനോ ഉണ്ടായിരിക്കുന്നതല്ല. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് എ ഡയമെൻഷൻലെസ് റേഷ്യോ. ഇനി നമുക്ക് in terms of force of interaction between 2 point charges, how we can define dielectric constant? Let us see that. ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷന്റെ ടേംസിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. For that, consider 2 point charges Q1 and Q2. They are placed in air. Then what is the force of interaction between that 2 point charges in air? According to Coulomb's law, we have F air equal to what we can write? Air ആയതുകൊണ്ട് ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε അല്ലേ into Q1 Q2 divided by r². Equation number 1. Now ഇനി ഈ രണ്ട് ചാർജിനെയും അതേപടി അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൽ യാതൊരു മാറ്റവും വരാതെ മറ്റൊരു മീഡിയത്തിൽ വയ്ക്കുകയാണെന്നിരിക്കട്ടെ, ഹാവിംഗ് പെർമിറ്റിവിറ്റി എപ്സിലോൺ. അങ്ങനെയാണെങ്കിൽ what is the force of interaction between that two charges in medium? F medium equal to what we can write? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പൊ മീഡിയത്തിൽ വെച്ചതുകൊണ്ട് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ ആയതുകൊണ്ട് ഇവിടെ എപ്സിലോൺ നോട്ടിന് വരെ എന്ത് ഉപയോഗിച്ചാൽ മതി? എപ്സിലോൺ ഉപയോഗിച്ചാൽ മതി. സോ വി ഗെറ്റ് 1/4πε Q1 Q2 divided by r². Equation number 2. ഇനി ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. സോ വാട്ട് വി ഗെറ്റ്? F air divided by F medium equal to 1/4πε Q1 Q2 divided by r² all divided by 1/4πε Q1 Q2 divided by r². ഇവിടെ സംഭവിക്കും? Q1 Q2 by r², Q1 Q2 by r² ക്യാൻസൽ ആയി പോവും. 4π ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്? 1/ε0 divided by 1/ε അല്ലേ? ഈ എപ്സിലോൺ മുകളിലോട്ടേക്ക് പോകും അല്ലേ? അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? F air divided by F medium equal to what we get? ε/ε0. അപ്പൊ ഇനി ε/ε0 എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് ഈക്വൽ ടു കെ. അങ്ങനെയാണെങ്കിൽ ഹൗ വി ക്യാൻ ഡിഫൈൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി? K equal to F air divided by F medium. This is the another definition of dielectric constant. How we can define dielectric constant or relative permittivity in terms of force of interaction between 2 point charges? It is the ratio of force of interaction between 2 point charges kept in air to the force of interaction between the same two charges kept at a same distance apart in a medium. That is K equal to F air divided by F medium. We have F
K equal to F air divided by F medium? If so, what is the value of F medium? F medium equal to F air divided by K അല്ലേ? അതിനർത്ഥം എന്ന് പറയുമ്പോൾ മീഡിയത്തിൽ വയ്ക്കുമ്പോൾ ഫോഴ്സ് എത്രയായിട്ട് കുറയുകയാണ്? 1/k ആയിട്ട് ഫോഴ്സ് കുറയുകയാണ് അല്ലേ? അപ്പൊ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ മാക്സിമം എവിടെയാണ്? എയർ ഓർ വാക്വത്തിലായിരിക്കും. മീഡിയത്തിൽ വയ്ക്കുമ്പോൾ ഫോഴ്സ് 1/k ആയിട്ട് കുറയും. ഇനി ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ മിനിമം വാല്യൂ എത്രയാണെന്ന് പറയാമോ? The minimum value of dielectric constant is 1 for air or vacuum. Now, it is maximum for conductor or metal. It is equal to infinity. But dielectric constant in the minimum value എന്ന് പറയുന്നത് 1 ആണ്. That is for air or vacuum. Now, in the case of conductor or metal, the dielectric constant is infinite.